ഈ വീഡിയോ ഗ്ലോബൽ റൗണ്ടപ്പ് ആണ്. ഈ ഗ്ലോബൽ റൗണ്ടപ്പിൽ നമ്മൾ ആദ്യമേ കാനഡയിൽ നിന്ന് തുടങ്ങാം. കാനഡയിൽ തുടങ്ങാനുള്ള കാരണം കാനഡയുടെ ഇലക്ഷൻ കംപ്ലീറ്റ് ആയി. മാർക്ക് കർണെ ലിബറൽ പാർട്ടി വിജയിച്ചിരിക്കുകയാണ്. ഈ വിജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ട്രംപിന് തന്നെയാണ്. കാരണം ജസ്റ്റിൻ ട്രൂഡോ പൊട്ടി പാളിസായി ഈ പാർട്ടി നിലംപൊത്തി പോയ ഒരു പാർട്ടിയായിരുന്നു. എന്നിട്ട് പുതിയൊരു നേതാവിനെ അവർ കൊണ്ടുവന്നതാണ് മാർക്ക് കർണെ. വെൽക്കം മാർക്ക് കർണെ എന്ന് പറഞ്ഞിട്ട് കനഡിയൻസ് മൊത്തം വിളിച്ചു വരുത്തി. ഒരു എക്കോണമിസ്റ്റ് ആണ് ഈ മാർക്ക് കർണെ. മാർക്ക് കർണയെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ മാർക്ക് കർണെ സെലക്ട് ആയ സമയത്ത് തന്നെ ഒരു 1.5 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മാർക്ക് കർണയുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം, ഇല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഒന്ന് നോക്കിയാൽ മതി. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മാർക്ക് കർണയെ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. മാർക്ക് കർണെ വരുന്ന സമയത്താണ് ട്രംപും കൂടി വന്നിട്ട് ട്രംപ് കാനഡയെ ഞാൻ 51ാമത്തെ സ്റ്റേറ്റ് ആക്കും എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയത്. ഇതൊക്കെ മാർക്ക് കർണയ്ക്കാണ് ഗുണം ചെയ്തത്. കാരണം എന്താണ്, മാർക്ക് കർണയ്ക്ക് എതിർത്ത് നിന്ന് പൊരുതാൻ ഒരു എതിരാളിയായി ആ ഒരു ട്രംപ്. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അപ്പൊ ആ രീതിയിൽ മികച്ച പെർഫോമൻസ് മാർക്ക് കർണെ കാഴ്ചവെച്ചു. ജനങ്ങൾ എന്താണ് നോക്കിയെന്ന് പറഞ്ഞാല്, ഈവൻ ഓപ്പോസിറ്റ് പാർട്ടി ആയിക്കോട്ടെ, പിയർ പൊലിവർ ഓപ്പോസിറ്റ് പാർട്ടിയാണ്, ഓപ്പോസിറ്റ് പാർട്ടി ലീഡർ എന്ന് വേണമെങ്കിൽ പറയാം, കൺസർവേറ്റീവ് പാർട്ടിയാണ് അത്. ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറയുന്ന ഈ കാനഡയിലെ പാർലമെന്റിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എഫക്റ്റീവ് ആയിട്ട് ട്രംപിനെതിരെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ വിലയിരുത്തിയത് പുതിയൊരു ലീഡർ വന്നു, അയാൾ വന്നപ്പോഴത്തേക്കും കൃത്യമായി ട്രംപിന്റെ വാക്കുകളെല്ലാം ഗണ്ണിച്ചുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് അയാൾക്ക് കാഴ്ചവെക്കാൻ പറ്റി. പിന്നെ അതുകൊണ്ട് കാനഡയെ എങ്ങനെയാണ് നയിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് അയാൾക്ക് സംസാരത്തിലൂടെ കൊടുക്കാൻ പറ്റി. അതിലുപരിയായിട്ട് നേരെ യൂറോപ്പിലേക്ക് പോയി പെട്ടെന്ന്, എന്നിട്ട് റഷ്യക്കെതിരെ ആഞ്ഞടിച്ചു. അതേപോലെ തന്നെ ഓസ്ട്രേലിയയിൽ പോയിട്ട് ചൈനയ്ക്കെതിരെ ആഞ്ഞടിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ചില പെർഫോമൻസ് ഒക്കെ കാണിച്ചിട്ട് നേരെ കാനഡയിലേക്ക് തിരിച്ചു പോയി ഹൗസ് ഓഫ് കോമൺസിൽ എത്തിയിട്ട് ഉടനെ പറഞ്ഞു, നമ്മൾ ഇത് പിരിച്ചുവിടുകയാണ്, ഇനി പുതിയ ഇലക്ഷൻ എന്ന് പറഞ്ഞു. അതായത് ആൾക്ക് മനസ്സിലായി മെജോറിറ്റി നമുക്ക് കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസിന്റെ മേളിൽ പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തി ഇതാ വിജയിച്ചിരിക്കുകയാണ്. അതായത് ഇതിനു മുമ്പ് ഭരിച്ചിരുന്നതും ലിബറൽ പാർട്ടിയാണ്, ഇപ്പോഴും ലിബറൽ പാർട്ടിയാണ്. അവിടെ എന്താണ് മാറ്റം സംഭവിച്ചത്? അപ്പൊ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഭവം എന്തായിരുന്നു? ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഭവം ജസ്റ്റിൻ ട്രൂഡോ ആയിരുന്നു. ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറഞ്ഞ ഈ ഒരു കീടത്തിനെ എടുത്ത് കളഞ്ഞ പാടെ ലിബറൽ പാർട്ടി തന്നെ വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. ഇത് മറ്റാരും തിരിച്ചറിയുന്നില്ലെങ്കിലും ജസ്റ്റിൻ ട്രൂഡോ തിരിച്ചറിയേണ്ടതാണ്. നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുടെ സൈഡാണ്. ഈ മാർക്ക് കർണെ ഇലക്ഷൻ പ്രചാരണത്തിൽ ഉൾപ്പെടുത്തിയത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നോർമലൈസ് ചെയ്യും എന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒരു ഇമ്പോർട്ടന്റ് വിഷയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിർണായക വിഷയം കൂടി തന്നെയാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. തിരിച്ചടി കിട്ടിയത് ആർക്കാണെന്ന് പറഞ്ഞാൽ എൻ ഡി പി അറിയാലോ, ഖാലിസ്ഥാനി പാർട്ടി. ഈ ഖാലിസ്ഥാനികൾക്ക് ഇപ്പൊ കിട്ടിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഇവർക്ക് 12 സീറ്റ് ഉണ്ടായിരുന്നു. അപ്പം 12 സീറ്റെങ്കിലും മിനിമം വേണം ഒരു നാഷണൽ പാർട്ടി എന്നുള്ള നിലയിലുള്ള ഒരു അംഗീകാരം കിട്ടാൻ. ഇപ്പൊ അവർക്ക് കിട്ടിയത് 6 സീറ്റാണ്. അറിയാലോ, ജഗ്മീത് സിംഗ് ആണ് ഈ ഒരു NDP എന്ന് പറഞ്ഞ ഈ ഒരു ഖാലിസ്ഥാനി പാർട്ടിയുടെ ലീഡർ. അയാൾ കയറിയിരുന്ന് കാണിച്ച പരിപാടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കണ്ടതാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഇത്ര വലിയ രാജ്യത്തിനടുത്താണ് അവരൊക്കെ കിടന്ന് മത്സരിക്കുന്നത്, കാനഡയിൽ പോയി കിടന്നുകൊണ്ട്. ഇവനൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത്? ടാബ്ലോ ഇറക്കുന്നത്, ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള വൈരാഗ്യം തീർക്കുന്ന പല രീതിയിലുള്ള കോലാഹലങ്ങളാണ് ഇവൻ കാണിച്ചു കൂട്ടിയത്. ഇവന്റെയൊക്കെ ബലത്തിലാണ് ആ പന്നൻ വരെ പല പല സ്റ്റേറ്റ്മെന്റുകളും ഇറക്കി വിട്ടത്. ജഗ്മീത് സിംഗ് NDP പാർട്ടി ലീഡർഷിപ്പ് ഇന്ന് രാജിവെച്ചിരിക്കുകയാണ്. വളരെ നല്ല വിഷയമാണ്. അത് അനിവാര്യമാണ്. ഇനിയെങ്കിലും ഇച്ചിരി അടങ്ങി ഒതുങ്ങി ജീവിക്കട്ടെ. എന്നാൽ ഇവന്മാരുടെ തീവ്രവാദത്തിന് ഒരു അന്ത്യം ഉണ്ടാവത്തില്ല. കാരണം ഇതിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാന്റെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ജീവനുള്ളിടത്തോളം നിങ്ങൾ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ ഞാൻ വിടില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പന്നൻ പുറത്തിറക്കിയത്. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം ഈ ഒരു ഖാലിസ്ഥാനികൾ ആരാണെന്നുള്ളത്. ഖാലിസ്ഥാനി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിയാണ്. അതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഖാലിസ്ഥാനി പാർട്ടി, ഈ ജഗ്മീത് സിംഗ് ഒക്കെ രാജിവെച്ച് പോകേണ്ട ഒരു അവസ്ഥ വരുന്നതാണ് ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്. അപ്പൊ അവർ 6 സീറ്റിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് ലിബറൽ പാർട്ടിക്ക്. അതുകൊണ്ട് തന്നെ ലിബറൽ പാർട്ടി ഇത്തവണ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ റൂളിംഗ് ചെയ്യുന്നതായിരിക്കും. സ്വന്തം മെജോറിറ്റിയിൽ തന്നെ അവർക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. പിന്നെ പിയർ പൊലിവർ നല്ല മനുഷ്യനാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പം സീറ്റ് മെജോറിറ്റി കിട്ടിയില്ല, കൺസർവേറ്റീവ് പാർട്ടിയാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് കസാരയിൽ ഇരിക്കാം. അതാണ് ഇപ്പം പിയർ പൊലിവർക്ക് ഇനിയും ഒരു 5 വർഷത്തേക്ക് പ്രതിപക്ഷത്ത് തുടരാം. അതിലുപരിയായിട്ട് വേറെ ഒന്നും പറയാനില്ല. ഇതാണ് കാനഡയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. പിന്നെ നമ്മൾ നേരെ യമനിലെ ഹൂത്തികൾക്കിടയിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്കയും ഹൂത്തികളും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തർക്കമാണല്ലോ. അതായത് ഞങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ഇവർ ഹൂത്തികൾ പറയും, അമേരിക്ക പറയും ഇല്ല എന്ന് പറയും. അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന അമേരിക്കയുടെ ഒരു ഫൈറ്റർ ജെറ്റ് ഞങ്ങൾ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയെന്നാണ് ഹൂത്തികളുടെ അവകാശവാദം. അമേരിക്ക അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഫൈറ്റർ ജെറ്റ് കറക്റ്റ് ആയിട്ട് ഈ ഒരു എയർക്രാഫ്റ്റ് കാരിയറിൽ വന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ചെയിൻ അല്ലെങ്കിൽ റോപ്പ്, ഇത് രണ്ടും ഇട്ടാണ് ഇതിനെ തടഞ്ഞു നിർത്തുന്നത്, അതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാണ്. അപ്പൊ അങ്ങനെ കൺട്രോൾ ചെയ്ത സമയത്ത് അതിൽ ഒതുങ്ങാതെ ഈ ഒരു ഫ്ലൈറ്റ് കുറച്ചുകൂടെ മൂവ് ആയി ആ എയർക്രാഫ്റ്റ് കാരിയറിന്റെ ആ ഫ്ലീറ്റിന്റെ എഡ്ജിലെത്തി വെള്ളത്തിനകത്ത് ഇങ്ങനെ കമന്ന് വീണ്. അതാണ് സംഭവം നടന്നത്.
ഇങ്ങനെയാണ് അമേരിക്ക പറയുന്നത് കേട്ടോ. ഇത് അമേരിക്കൻ സൈഡിലുള്ള എക്സ്പ്ലനേഷൻ ആണ്. പക്ഷെ ഹൂത്തികൾ പറയുന്നത് ഇല്ല, ഞങ്ങളാണ് അറ്റാക്ക് ചെയ്തത്. ലാൻഡ് ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ അറ്റാക്ക് ചെയ്തു, അതുകൊണ്ടാണ് അമേരിക്കൻ ഫൈറ്റർ ജെറ്റിന് കൃത്യമായി ലാൻഡ് ചെയ്യാൻ പറ്റാതെ പോയത്, വെള്ളത്തിൽ വീണത് എന്നുള്ള ക്ലെയിമാണ് ഹൂത്തികൾ വെക്കുന്നത്. പിന്നെ അമേരിക്കയുടെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ച ഹൂത്തികൾ അതിനെ ഏറ്റെടുക്കും, ആഘോഷമാക്കും. കാരണം അതൊക്കെയാണ് അവരുടെ ഒരു സന്തോഷം. തീർച്ചയായിട്ടും സെൻകോം ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങൾ 2-3 ദിവസത്തിൽ പുറത്തിറക്കും. ഇതിനകത്ത് നഷ്ടം എന്ന് പറഞ്ഞാൽ ആളപകടമൊന്നുമില്ല. 60 മില്യൺ ആണ് ആ ഒരു ഫൈറ്റർ ജെറ്റിന്റെ വില. അതാണ് അമേരിക്കയ്ക്ക് ഉണ്ടായ നഷ്ടം. പിന്നെ അമേരിക്ക യമന്റെ ഉള്ളില് സാദ എന്ന് പറഞ്ഞ ഭാഗത്ത് അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണം. ആ ആക്രമണത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നേതാവ്, ഹൂത്തികളുടെ നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ജാബർ ഹവാദ് എന്നുള്ള വ്യക്തിയാണ് കൊല്ലപ്പെട്ടത്. ഈ നേതാവ് വളരെ സുപ്രീം ലീഡറാണ് ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോ അതിനുവേണ്ടി തിരിച്ചടി തുടങ്ങും. ഇനി ഞങ്ങൾ അവിടെ മിസൈൽ വിട്ട് ഇവിടെ മിസൈൽ വിട്ടെന്നൊക്കെ എനിക്ക് കേൾക്കാം. ഇസ്രായേലിനെതിരെയും വരും, ഇസ്രായേലിന്റെ ഉള്ളിലും വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ കുറെ ഡ്രോൺ അറ്റാക്കുകൾ നടത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ എയർക്രാഫ്റ്റ് കരിയറിനെതിരെ ചില മിസൈലുകളും അവർ വിന്യസിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണിപ്പോ ഹൂത്തികൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. കാരണം അവർക്ക് അതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. ആഹ്വാനങ്ങളും പ്രഖ്യാപനങ്ങളും പത്രക്കുറിപ്പുകളും മാത്രമാണ് അവരിപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അമേരിക്ക കൊടുക്കുന്ന അടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 800 അറ്റാക്ക് കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചറപറ തലങ്ങും വിലങ്ങും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ആളത്തിനുള്ളിൽ തന്നെ. ഇവരെല്ലാരും തന്നെ ഈ ഒരു ഗുഹ പണിതിട്ട് ഗുഹയ്ക്കുള്ളിലാണല്ലോ താമസം. അപ്പൊ അതുകൊണ്ട് കുറെ ആൾക്കാരൊക്കെ സേഫ് ആയിരിക്കാനാണ് സാധ്യത. കാരണം അത്രമാത്രം ഡീപ്പായിട്ട് ഗുഹയ്ക്കുള്ളിലാണ് ഇവരിപ്പോ താമസം. വാർത്താക്കുറിപ്പും പത്രസമ്മേളനമൊക്കെ നടത്താൻ മാത്രമാണ് പുറത്തിറങ്ങി വരുന്നതെന്നാണ് കേൾക്കുന്നത്. ഇന്ന് ലെബനാനിൽ നിന്നും വളരെ സങ്കടകരമായ വാർത്തയാണ് ലെബനാൻ ഗവൺമെന്റും അതേപോലെ ഹെസ്ബുള്ളയുടെ ലീഡറും തന്നെ പറഞ്ഞിരിക്കുന്നത്. 3000 പ്രാവശ്യം സീസ് ഫയർ വയലേഷൻ നടത്തിയിരിക്കുകയാണ് IDF, ഇസ്രായേലിന്റെ IDF എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് ഏത് രാജ്യം ഇങ്ങനെ ചെയ്യും? നിങ്ങൾ ഇസ്രായേലിന്റെ ക്രൂരതകൾ കാണുന്നില്ലേ? 3000 തവണ സീസ് ഫയർ വയലേഷൻ നടത്തിയിരിക്കുകയാണ് ഇവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഹെസ്ബുള്ളയുടെ വിക്ടറി ടെന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടായിരുന്നു. ഹെസ്ബുള്ളയുടെ വിക്ടറി ടെന്റ്. ഈ ഹെസ്ബുള്ളയുടെ വിക്ടറി ടെന്റിനെ അടിച്ച് തൂഫാനാക്കി കൈ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവര് വീണ്ടും ഇന്നലെയാണ് ലെബനാന്റെ പ്രസിഡന്റ് ജോസഫ് ആവോൻ വളരെ സങ്കടകരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് വന്നത്. ആ സങ്കടത്തിന്റെ കണ്ണുനീര് ജസ്റ്റ് ഇച്ചിരി പോലും തോർന്നു പോയിട്ടില്ല. അതിനു മുമ്പ് തന്നെ അടുത്ത ആക്രമണം. അങ്ങനെ തലങ്ങും അറ്റാക്കാണ്. ഇന്ന് ഹെസ്ബുള്ളയുടെ ലീഡറും കൂടെ വന്നിട്ട് ഒരുമിച്ച് സങ്കടം. ഹെസ്ബുള്ളയുടെ ലീഡർ ലെബനാൻ ഗവൺമെന്റിനെതിരെയാണ് സംസാരിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്ത് സർക്കാരാണ് നടത്തുന്നത്? ഞങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് ഉള്ളത്? നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിരന്തരം ആയുധം താഴെ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ എന്ത് ബലത്തിൽ അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് ആയുധം താഴെ വെക്കുക? നിങ്ങൾ ഇസ്രായേൽ ഇവിടെ നിരന്തരം ഇങ്ങനെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എന്തിന് ആയുധം താഴെ വെക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, ആയുധം ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് വെച്ചോ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വെറുതെ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചടിക്കാത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. ആയുധങ്ങൾ ഞങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കയ്യിൽ. ഞങ്ങൾക്ക് കയ്യിൽ വെറുതെ വെച്ചുകൊണ്ടിരിക്കാൻ ആയുധം വേണമെന്നേ. ഇസ്രായേൽ അവരുടെ ആക്രമണം നടത്തിക്കോട്ടെ, പക്ഷെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകളാണ് ഹെസ്ബുള്ള പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കാര്യം മനസ്സിലായല്ലോ. ഇസ്രായേൽ തലങ്ങും ലെബനാന്റെ ഉള്ളിൽ കയറി അങ്ങ് നിരങ്ങാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഹിസ്ബുള്ളയ്ക്കും ലെബനാനും ഒരുമിച്ചിരുന്ന് കരയുക എന്നുള്ളതിലുപരിയായിട്ട് വേറെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഫാക്ട്. ഇസ്രായേലിന്റെ ഉള്ളിൽ അതീവ രഹസ്യമായിട്ടൊരു മീറ്റിംഗ്. ആ മീറ്റിംഗിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. പുറത്തു വന്നത് എന്താ വെച്ചാൽ ഇസ്രായേൽ ഗഡ്സിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് പർപ്പസ്ഫുള്ളി ഇസ്രായേൽ ഇത് പുറത്താക്കിയതാണെന്നാണ് വാർത്ത. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇറാനെ എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനാണ് അവർ നടത്തിയത്. ഇത് എന്തുകൊണ്ടാണ് നടത്തിയത് എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മെയ് 3-ാം തീയതിയാണ് അമേരിക്കയുമായിട്ട് അടുത്ത ഘട്ട ചർച്ച. അപ്പോഴത്തേക്കും അമേരിക്ക ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി അടുത്ത ചർച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും ഡയറക്റ്റ് ടോക്കിലേക്ക് വരിക. ഇനി ഈ ഒരു ഇൻഡയറക്റ്റ് ടോക്ക് എന്നുള്ള ഈ ഒരു നാടകമൊന്നും വേണ്ട, നേരിട്ടിരുന്ന് സംസാരിക്കുക എന്നുള്ളതാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം. ഈ നിർദ്ദേശം ആയത്തുൽ ഖമനേയി ഉൾപ്പെടെ IRGCയിലെ ആൾക്കാരൊക്കെ നിരസിക്കാനാണ് സാധ്യത. അപ്പൊ ഈ സാധ്യത നിരസിക്കരുത്. ഇറാൻ ഇതിൽ നിന്ന് നിരസിച്ച് ഈ ചർച്ച നിർത്താൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഒരു ടാക്ടിക്സ് എന്നുള്ള നിലയിലാണ് ഇസ്രായേൽ ഈ ഒരു ചർച്ച നടത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സീക്രട്ട് ചർച്ച എന്നുള്ള പേരിൽ നടത്തുകയും ആ ഡീറ്റെയിൽസ് മൊത്തം പബ്ലിഷ് ചെയ്യുകയും ചെയ്തത്. അപ്പം ഇറാൻ ഇത് പറയുന്നത് നിങ്ങൾ ശരിക്കും ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുകയാണോ അല്ലെങ്കിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ എന്നാണ് ഇപ്പൊ ഇറാൻ ചോദിക്കുന്നത്. ഇത് രണ്ടും തന്നെയാണ്. ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ട്, പക്ഷെ ഭീഷണിയും പെടുത്തും. ഇത്രമാത്രം അപമാനകരമായി തോന്നുന്നു എങ്കിൽ എന്തിനാണ് ഇറാൻ പോകുന്നത്? ഇറാൻ പോകണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഇറാൻ പോകണ്ട, നിങ്ങൾ മാറി നിൽക്കൂ. പക്ഷേ ഇനിയും ഇതേപോലെ പോർട്ടുകളും അവിടെയൊക്കെ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിക്കേണ്ടി വരും. അപ്പൊ ഇറാൻ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇറാൻ ഇപ്പൊ മറ്റുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടാണ്. ഫ്രാൻസ്, ജർമ്മനി, UK പോലത്തെ രാജ്യങ്ങളൊക്കെ ഇപ്പൊ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഒന്ന് വരൂ. മെയ് 3-ാം തീയതി നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നമ്മളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയർ ചർച്ചയൊക്കെ നടത്തിയിട്ട്, യൂറോപ്പിൽ തന്നെയാണ് ചർച്ച എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യൂറോപ്പിൽ എവിടെയെങ്കിലും നിങ്ങൾ ഫ്രീ ആണെങ്കിൽ വരൂ, ഒരു ചായയൊക്കെ കുടിച്ച് ന്യൂക്ലിയർ ഡീൽ ചർച്ചയൊക്കെ നടത്തിയിട്ട് പോകാം. കാരണം ഞങ്ങൾക്ക് അമേരിക്കയുമായിട്ട് ഒറ്റയ്ക്ക് പോയി ചർച്ച നടത്താൻ വയ്യ. കാരണം അവരുടെ ചർച്ച ഭയങ്കര റബ്ബിഷാണ്. അവർ ഭയങ്കര അറഗന്റ് ആയിട്ട് ഡീൽ ചെയ്യും. അവർ പല കണ്ടീഷൻസ് വെക്കും. ആ കണ്ടീഷൻസിനൊക്കെ ഞങ്ങൾക്ക് മുട്ടുമടക്കാൻ വയ്യ. അപ്പൊ അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങളെ പോലത്തെ രണ്ട് 2-3 ആൾക്കാർ വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇറാൻ
ഫ്രാൻസ്, ജർമ്മനി, UK പോലത്തെ രാജ്യങ്ങളൊക്കെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മെയ് 3 കാണാം. എന്നാലും ചർച്ചയ്ക്ക് പോകാതിരിക്കാൻ വയ്യ. ഇത് പേടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇത് ഇറാന് പേടിയായതുകൊണ്ടാണോ അമേരിക്കയുടെ അടുത്ത് ചർച്ചയ്ക്ക് പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നിങ്ങൾ തന്നെ ഇതിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇറാന്റെ ഉള്ളില് ബന്ദർ അബ്ബാസ് തുറമുഖത്ത് നടന്ന ആ ഒരു പൊട്ടിത്തെറിയിൽ ഇതുവരെ ഏതാണ്ട് 80 പേരോളം മരണപ്പെട്ടിട്ടുണ്ട്. 1200-ലധികം പേർക്ക് ഗുരുതരമായ പരിക്കുകളാണ്. എഫക്റ്റീവ് ആയിട്ടുള്ള തീയും അതിനോടൊപ്പം ഈ ഒരു സോഡിയം പെർക്ലോറേറ്റ് എന്ന് പറഞ്ഞ കമ്പോണന്റിന്റെ മിശ്രിതമായിട്ടാണ് ഈ ആൾക്കാരുടെ മേലിലൊക്കെ ഇത് പറ്റിപ്പിടിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ രക്ഷപ്പെട്ട ആൾക്കാർ തന്നെ, ഈ ഗുരുതര പരിക്കിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മരണനിരക്ക് ഇനിയും ഉയരാനുള്ള സാധ്യതയാണ്. ഇപ്പം ഈ ഒരു ഇടപെട്ട കാലത്ത് നടന്ന അപകടങ്ങളിൽ ഏറ്റവും വലിയൊരു അപകടമായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. സിറിയയിൽ നിന്നും അമേരിക്കയുടെ ട്രൂപ്പ് ഏകദേശം 50% ആൾക്കാർ എക്സിറ്റ് ആയി കഴിഞ്ഞു. അമേരിക്ക സിറിയയിൽ നിന്നും അമേരിക്കൻ ട്രൂപ്പിനെ പിൻവലിച്ചിരിക്കുകയാണ്. ഇത് പിൻവലിച്ച പാടെ ഇത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. സിറിയ വീഡിയോസ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സിറിയയിൽ നിന്ന് അമേരിക്ക പിൻവലിയുമ്പോഴത്തേക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്, അവിടെ സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട് SDF എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനം, ഇവരാണ് മറ്റേ 2I 2S ആൾക്കാർ. ഈ ആൾക്കാർ ശക്തി പ്രാപിക്കും. ഇവര് പതിയെ മാളത്തിൽ നിന്ന് പുറത്തു വരും. ഇവരിപ്പോ പുറത്തു വന്ന് HTSനെതിരെ ഇപ്പം നല്ല രീതിയിലുള്ള ആക്രമണം. കാരണം എന്താണ്? കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള അടി. HTS എന്ന് പറഞ്ഞത് ഒരു ചെറിയ ഏരിയ മാത്രം ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. HTSന്റെ സ്വാധീനം എന്ന് പറയുന്നത് ഈ ഡമാസ്കസുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കുറച്ച് ഏരിയയിലാണ് ഇവരുടെ സ്വാധീനം. പക്ഷെ അവിടെ ഏറ്റവും വലിയ സ്വാധീനക്കാരെന്ന് പറയുന്നത് ഈ ഒരു SDFകാരാണ്. ഇപ്പൊ ഈ ഒരു SDFും HTSും കൂടെ അവിടെ ഇപ്പൊ പൊരിഞ്ഞടി തുടങ്ങിയിരിക്കുകയാണ് സിറിയയിൽ. ഇനി വരും ദിവസങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടും. ഇപ്പൊ 2-3 ദിവസങ്ങൾ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനൊക്കെ കുറച്ച് ലൈം ലൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ഈ വിഷയങ്ങളൊന്നും മെയിൻ സ്ട്രീം മീഡിയാസിൽ അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല. പക്ഷെ അവിടെ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ റഷ്യ ഉക്രൈനിൽ വന്നു കഴിഞ്ഞാൽ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് ഞങ്ങള് 9,60,000 റഷ്യക്കാരെ വധിച്ചിട്ടുണ്ടെന്നാണ് സെലൻസ്കിയുടെ സ്റ്റേറ്റ്മെന്റ്. എത്ര? 9,60,000. ഏതാണ്ട് 10 ലക്ഷം റഷ്യക്കാരെ ഞങ്ങൾ തീർത്തിരിക്കുകയാണ്. അതായത് സെലൻസ്കിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിജയിച്ചിരിക്കുകയാണ് യുദ്ധത്തിൽ. കാരണം ആ രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ്. 10 ലക്ഷം ആൾക്കാരെയൊക്കെ വധിക്കാന്ന് പറഞ്ഞാലേ ഇനി റഷ്യക്കുള്ളിൽ ആണുങ്ങളെ ഇല്ല. ഇനി എങ്ങനെയാണ് റഷ്യയിൽ അടുത്ത തലമുറ ഉണ്ടാക്കാൻ ആൾക്കാർ അവിടെ ഉണ്ടോ എന്നുള്ളത് ഇനി ഡൗട്ടാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് ഉക്രൈനിലെ സെലൻസ്കിയുടെ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ജനറേഷൻ എങ്ങനെ ഉണ്ടാവും റഷ്യയിൽ? അപ്പൊ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പം ഉക്രൈനിലെ സെലൻസ്കിയെ കൊണ്ട് റഷ്യക്ക് സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെ സെലൻസ്കിയെ കൊണ്ട് ഇങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. കാരണം ഉക്രൈന്റെ ഭാഗത്ത് എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല സെലൻസ്കി. പിന്നെ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഈ ഒരു പ്രിസണർ എക്സ്ചേഞ്ച് റഷ്യൻ സൈഡിലുള്ള സോൾജേഴ്സും ഉക്രൈൻ സൈഡിലുള്ള സോൾജേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്ചേഞ്ച് നടക്കാറുണ്ട്. ആ എക്സ്ചേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ റഷ്യ എപ്പോഴും 900, 1000, 1200 ഒക്കെയാണ് ഇങ്ങോട്ട് കൈമാറുന്നത് ഉക്രൈനിലോട്ട്. പക്ഷെ ഉക്രൈൻ എപ്പോഴും 34, 24, 54 എന്നാണ് കൊടുക്കുന്നത്. 100 കഴിഞ്ഞു പോയത് വലിയ റെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവരെപ്പോഴും കുറഞ്ഞ ആൾക്കാരെ അങ്ങോട്ട് കൈമാറുന്നുള്ളൂ. റഷ്യ എപ്പോഴും കൂടുതൽ ആൾക്കാരാണ് ഇങ്ങോട്ട് കൈമാറുന്നത്. അപ്പൊ സത്യത്തിൽ ഉക്രൈന്റെ സൈഡിലല്ലേ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി വരേണ്ടത്? ഇപ്പൊ അടി കൊടുത്ത റഷ്യക്ക് 10 ലക്ഷം പേരെ നഷ്ടപ്പെട്ടുവെങ്കിൽ അടി മേടിച്ച ഉക്രൈന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് ഞാനിപ്പോ ആലോചിച്ച് നോക്കുന്നത്. ഇത് വലിയൊരു കോൺട്രാഡിക്ഷൻ ആണ്. ഇങ്ങനെയാണ് സെലൻസ്കി പല രീതിയിലും ഇങ്ങനെ ഗിമിക്കുകൾ, ഇതൊക്കെ സെലൻസ്കി ഉക്രൈന്റെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റും ഇങ്ങനെയൊക്കെ പുറത്തിറക്കാം. പക്ഷേ സ്ഥലം കൈവിട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി സെലൻസ്കി എപ്പോഴാണോ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് നോക്കിയിരിക്കുന്നത്. ഓസ്ട്രേലിയ MIAI അബ്രാം എന്ന് പറഞ്ഞ ആ ടാങ്ക് ഉക്രൈന് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത് അതൊക്കെ കറക്റ്റ് ആയിട്ട് ഷിപ്പിംഗ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് അമേരിക്ക ഒരു റെഡ് ഫ്ലാഗ് ഇട്ടത്. വേണ്ട ഉക്രൈന്റെ സെലൻസ്കി ക്രീമിയയൊക്കെ റഷ്യ വെച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ടാണ് വാറ്റിക്കനിൽ നിന്ന് പോയത്. അപ്പൊ അതുകൊണ്ട് ഒരു രീതിയിലും ആക്രമണത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആയുധങ്ങളും ഇനി കൊടുക്കേണ്ട കാര്യമില്ല, ഓസ്ട്രേലിയ നിർത്തിക്കോ എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് പറഞ്ഞ ഉടനെ ആൽബനീസ് പറഞ്ഞു എന്നാ പിന്നെ കൊടുക്കണ്ട, നിർത്തിക്കോ എന്ന് പറഞ്ഞു ആൽബനീസ്. ഓസ്ട്രേലിയന്റെ പ്രൈം മിനിസ്റ്റർ ആൽബനീസ് പറഞ്ഞത് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് നിർത്തി പരിപാടി. ഇത് കഴിഞ്ഞ് ഇപ്പൊ ഏറ്റവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനയും അമേരിക്കയും തമ്മിലാണ് അടുത്ത വിഷയം നമ്മൾ നോക്കുന്നത്. ചൈനയും അമേരിക്കയും തമ്മിൽ പല വിഷയങ്ങളിൽ ഇപ്പം അമേരിക്ക നാണം കിടന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചൈന ഒരു രീതിയിലും ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. ഇതിനു മുമ്പ് പറഞ്ഞു നിങ്ങളല്ലേ താരിഫ് ഇട്ടത്, നിങ്ങൾ താരിഫ് കുറച്ചോ, അതിനുശേഷം നമുക്ക് ചർച്ചയെ കുറിച്ച് ചിന്തിക്കാം എന്നുള്ള രീതിയിലാണ് ഷീ ജിൻപിങ് പറഞ്ഞിരുന്നത്. പക്ഷേ അമേരിക്ക അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്നാലും ഷീ ജിൻപിങ് ഒന്ന് അമേരിക്കയ്ക്ക് ഒന്ന് ഫോൺ ചെയ്തോളൂ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ അവർ പറഞ്ഞ രീതിയിലാണ് അവർ വാർത്തകളൊക്കെ അടിച്ചിറക്കിയത് അമേരിക്ക. പക്ഷേ ഷീ ജിൻപിങ്ങിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഫോൺ കോളോ ഒന്നും തന്നെ പോയിട്ടില്ല. എന്നിരുന്നാലും വീണ്ടും നാണം കെട്ട് അവര് വീണ്ടും വിഷമങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അമേരിക്ക ഈ താരിഫ് കുറച്ചു കൊടുക്കുകയാണ് ചെയ്തത്. താരിഫ് 55% കുറച്ചു. എന്നിട്ടെങ്കിലും ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ താരിഫൊക്കെ 55% ആയിട്ടുണ്ട്, അപ്പൊ വീണ്ടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നെഗോസിയേഷന് നേരിട്ട് വരണം എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെയാണ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് വന്നത്. പക്ഷെ ഇപ്പം ചൈനയുടെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളല്ലേ താരിഫ് ഇട്ടത്, നിങ്ങളിപ്പോ 55 ആക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇത് പഴയതുപോലെ കുറയ്ക്കൂ.
പിന്നെ ഇത് താരിഫ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ എന്താണ് സംസാരിക്കാനുള്ളത്? പിന്നെ ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല, പിന്നെ പഴയതുപോലെ അങ്ങ് പോട്ടെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചർച്ചയ്ക്കൊന്നും ഇപ്പൊ വരുന്നില്ല. നിങ്ങൾ തന്നെയല്ലേ താരിഫ് ഇട്ടത്, അതങ്ങ് കുറച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പോ ഇനിയിപ്പോ ടിക്കറ്റ് ഒക്കെ എടുത്ത് അങ്ങോട്ട് വരണോ? വന്ന് നമ്മളിപ്പോ ഇതിനു വേണ്ടി ചർച്ച നടത്തേണ്ട എന്ത് കാര്യമാണുള്ളത്? താരിഫ് അങ്ങ് കുറച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നുള്ള വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ഡയലോഗിൽ ഇത്തരം വലിയൊരു പ്രശ്നത്തിനെ വളരെ നിസ്സാരമായിട്ട് ചൈന അങ്ങ് ഒതുക്കി തീർത്തിരിക്കുകയാണ് ഒറ്റ ഡയലോഗിൽ. അതായത് ചർച്ചയ്ക്ക് വരുന്നില്ല. അപ്പൊ അതായത് അമേരിക്ക വിളിച്ചിട്ട് ചർച്ചയ്ക്ക് പോവാതെ ഡിനൈ ചെയ്ത് ചൈന നിൽക്കുകയാണ് അമേരിക്കയെ എതിർത്ത്. ഇപ്പൊ ഇതാണ് ഗ്ലോബൽ അപ്പിയറൻസ് ഇപ്പൊ ഇതുവരെയുള്ള അവസ്ഥയിൽ. ഇനി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ കർശനമായ നടപടികൾ വരുമോ, ഇനി ചൈന ഏത് രീതിയിൽ വീർപ്പ് മുട്ടിക്കണം എന്നുള്ള രീതിയിലുള്ള പുതിയ ആക്ഷൻ പ്ലാനുകളുമായിട്ടൊക്കെ ഇനി അമേരിക്ക വരണം. അതായത് അമേരിക്ക ചൈന ഈ ഒരു താരിഫ് വിഷയത്തിൽ. ഇപ്പൊ നമ്മൾ സമഗ്രമായ കുറെ വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.